ശക്തമായ ചൂടാണ് അല്ലേ? പലപ്പോഴും ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വിയർത്തൊലിക്കുകയാണ്. പല സഹോദരങ്ങളും പറഞ്ഞു, ഉസ്താദെ അടുക്കളയിൽ നിന്നിട്ട് ജോലി ചെയ്യാൻ പറ്റണില്ല. അല്ലെങ്കിൽ പല സഹോദരന്മാരും പറഞ്ഞു, ജോലിക്ക് പോകുന്ന സ്ഥലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കിന്ന് വല്ലാതെ ചൂട് നമ്മളെ പൊതിയുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു ദിക്റും ചില കാര്യങ്ങളും പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട് തണുപ്പിൻ്റെ കേന്ദ്രമാകും. നമ്മൾ പോകുന്ന ഇടത്തെല്ലാം അള്ളാഹു തണുപ്പ് തരും. നമുക്ക് മനസ്സിലാക്കിയാലോ ആ ദിക്ർ ഏതാണ്? അങ്ങനെയൊക്കെ ഒരു ദിക്റുണ്ടോ ഉസ്താദേ? അങ്ങനെ ചൂട് മാറ്റി തണുപ്പ് തരുന്ന ദിക്റൊക്കെ ഉണ്ടോ എന്നാണ് പലരുടെയും സംശയം. നമുക്ക് പഠിക്കാന്നേ. നമുക്ക് വഴിയില്ലാത്തൊരു പ്രശ്നം ഇസ്ലാമിലില്ലല്ലോ. കിടിലം വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതുമാത്രമല്ല, 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പിയായിരിക്കണം. ഭയങ്കര ചൂടാണ് ഉസ്താദ്, ഒരു രക്ഷയില്ല. വിയർത്തൊലിക്കാൻ, വസ്ത്രം ധരിച്ച് വീടിൻ്റെ അകത്ത് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പല ആളുകളും പറയുന്നുണ്ട്, ഉസ്താദേ AC ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റണില്ല. പക്ഷേ AC വാങ്ങാൻ പോയിട്ട് AC-യുടെ തണുപ്പ് കൊള്ളാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞ സഹോദരങ്ങൾ വരെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും നല്ല സുഖമുള്ള കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഇങ്ങനൊരു ചൂടിൻ്റെ കാരണം? ഈ കാരണം നമ്മൾ അറിയണ്ടേ? മാത്രമല്ല, ഈ ചൂട് വരുമ്പോൾ നമ്മളൊരു ദിക്ർ ചൊല്ലാനുണ്ട്. ആ ദിക്ർ കൃത്യമാക്കിയാൽ അള്ളാഹു നമുക്ക് ചൂട് മാറ്റി തണുപ്പ് തരും. നമ്മുടെ വീട് തണുപ്പിൻ്റെ കേന്ദ്രമാകും. നമുക്ക് വല്ലാത്ത സുഖം അനുഭവിക്കാൻ പറ്റും. ഇത് ഞാൻ പറയല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാൻ. ആ ദിക്ർ ഏതാന്ന് പഠിക്കണ്ടേ? ഈ ചൂട് നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? ഒരു സമാധാനം കിട്ടണ്ടേ? തല ഇങ്ങനെ പെരുക്കണം. ആ സമയത്ത് ചിലർ പറയണം, ഉസ്താദേ ഒന്ന് വേർത്ത് കുളിച്ച് തലയൊക്കെ പെരുത്തിരിക്കണ സമയത്ത് പിള്ളേരുടെ ഒച്ചപ്പാടും. വീട്ടിൽ അങ്ങനെ ബഹളാണ് എന്നാണ് പലരും പറയുന്നത്. ആ ദേഷ്യമൊക്കെ നമ്മൾ പിള്ളേരോട് പോയി തീർക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് നമ്മുടെ ഒരു പ്രഭാഷണമാണ്, ഒരു ജുമാ പ്രഭാഷണമാണ്. അത് കേട്ട് നോക്കുക. അതിലുണ്ട് ഈ ചൂടിൻ്റെ കാരണം എന്താണ്. കാരണം അറിഞ്ഞാലാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുക. നമ്മുടെ വീട്ടിൽ ആ കാരണം ഉണ്ടെങ്കിൽ ഉടനെ ക്ലിയറാക്കണം. ക്ലിയറാക്കിയാൽ മാത്രം പോരാ, ഒരു ദിക്റും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദിക്ർ കൃത്യമായിട്ട് ചൊല്ലണം. നമ്മുടെ വീടകം തണുപ്പ് കൊണ്ട് നിറയും. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകാനായിട്ട് ഈ ചൂട് സമയത്ത് നടാൻ പറ്റിയ ഒരു ചെടിയുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? കൃത്യമായിട്ട് അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 10-15 മിനിറ്റേ ഉള്ളൂ. മനോഹരമായ ചില വിഷയങ്ങൾ നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. മുഴുവനായി മനസ്സിരുത്തി കേൾക്കുക. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. അതിശക്തമായ ചൂട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പിടികൂടിയിരിക്കുകയാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും കൃഷിഭൂമിയിലെ മണ്ണിൻ്റെ ഈർപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ട് തന്നെ ഭക്ഷ്യലഭ്യതയെ പോലും അത് ബാധിക്കുമെന്ന് സയന്റിഫിക് സ്റ്റഡീസ് പുറത്തു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. 1400 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 1500 കൊല്ലം മുമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായ ചില കാര്യങ്ങൾ, ഇതിൻ്റെ കാരണം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി വിവരിച്ചു തരുന്ന ഒരായത്ത് പ്രളയമുണ്ടായ സമയത്തും മറ്റു പല ഘട്ടങ്ങളിലുമൊക്കെ നിരന്തരം ഓതിക്കേട്ടവരാണ് നമ്മൾ. ظهر الفساد في البر والبحر بما كسبت أيدي الناس. കടലിലും കരയിലും ഒക്കെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ശരിക്കും ഈ ആയത്ത് ഞാൻ ഇന്നിങ്ങനെ ഒരുപാട് തവണ ഓതിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാനിങ്ങനെ വല്ലാതെ ചിരിച്ചു പോയൊരു ഘട്ടമാണ്. അതിന്റെ കാരണം, ഈ ആയത്ത് പലപ്പോഴും ഓതിയിട്ടുണ്ടെങ്കിലും ഈ ആയത്ത് ഇന്ന് ഞാൻ എടുത്ത് ഓതുന്നതിന് മുൻപ് ഒരു സയന്റിഫിക് സ്റ്റഡി ഇങ്ങനെ പഠിച്ചു നിൽക്കുന്ന സമയമാണ്. ആന്ത്രോപോജനിക് ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്നായിരുന്നു ആ സ്റ്റഡിയുടെ പേര്. ആന്ത്രോപോജനിക് ക്ലൈമാറ്റിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ, ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഭൂമിയിലും കടലിലും ഒക്കെ സംഭവിക്കുന്ന ഒരുപാട് നഷ്ടങ്ങളുടെയും പിന്നിൽ കാരണമായി നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് സയൻസ് പറയുമ്പോൾ, ആന്ത്രോപോജനിക്കിനെ കുറിച്ച് ഖുർആൻ എന്തു പറഞ്ഞു എന്ന് എൻ്റെ മുമ്പിൽ റബ്ബെനിക്ക് കാണിച്ചു തന്നതുപോലെ
ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ് കരയിലും കടലിലും നാശങ്ങൾ ഉണ്ടാകുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നമ്മൾ പലപ്പോഴും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പിടുത്തം വിട്ടുപോകുന്ന ഒരവസ്ഥയാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എന്തെല്ലാമുണ്ട്. ഈ ഭൂമിയിലെയും അതുപോലെ തന്നെ കടലിലെയും കുഴപ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ അതിലുണ്ട്. സാമൂഹികമായ കുഴപ്പങ്ങളുണ്ട്, സാംസ്കാരികമായ കുഴപ്പങ്ങളുണ്ട്, നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന കുഴപ്പങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പെട്രോളിയം പ്രോഡക്ട്സിലൂടെ പുറത്തു വരുന്ന അമിതമായ കാർബൺ ഡൈ ഓക്സൈഡ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന AC-യിൽ നിന്ന് പോലും പുറന്തള്ളപ്പെടുന്ന സാധനം ഏതാണ്? അപ്പൊ നിരന്തരം CO2 ഇങ്ങനെ അമിതമായി ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ പിന്നിൽ മനുഷ്യനാണ്. അതുപോലെ വനനശീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ തമിഴ്നാട്ടില് സത്യമംഗലം കാടുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനത്തിലായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സത്യമംഗലം കാട് നമുക്കേറെ സുപരിചിതമാണ്. കാട് എന്ന് പറയാനേ പറ്റുള്ളൂ. അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വരണ്ടുണങ്ങിയ യാ റബ്ബി പുറത്ത് നിൽക്കുന്നതിനേക്കാളേറെ ചൂട്. നമ്മുടെ തൊട്ടടുത്തൂടെ മാനൊക്കെ ഇങ്ങനെ നടന്നു പോകും. തൊട്ടടുത്തൂടെ മറ്റേ നമ്മൾ ഇത്തിരി ദൂരെ നിന്ന് കാണുന്ന മാനിനെയൊക്കെ നമുക്ക് ഒരു വള്ളിപ്പിടർപ്പുകളുടെയും തടസ്സമില്ലാതെ തൊട്ടടുത്ത് മാനിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഏതായാലും അത്ര വലിയ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്, മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു കാട് എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാട് മാറിയിട്ടുണ്ട്. വനനശീകരണം മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണെന്ന് ഖുർആനികമായ ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ അമിതമായ വ്യവസായവൽക്കരണം, അതുപോലെ ഈ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം, അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ട് ഇവിടെ നാശങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. നല്ലൊരു മഴ കിട്ടിയിട്ട് ഇപ്പൊ എത്രയായില്ലേ? നല്ല മഴ ആസ്വദിച്ചിട്ട് ഇല്ല. അള്ളാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയില്ലാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? പല രാജ്യങ്ങളും കൃത്രിമ മഴ ഉണ്ടാക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഈ മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മിനൽ മുസ്ന്, ഒരു ഉമ്മയുടെ സ്തനകുംഭത്തിൽ നിന്ന് സ്നേഹത്തോടെ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്നത് പോലെയാണ് മഴ വർഷിക്കുന്നത് എന്നാണ്. ഒരു ഉമ്മയുടെ സ്തനകുംഭം അത്രമേൽ ബറക്കത്തുള്ളതാണ് മഴ. ആ മഴയെ കൃത്രിമമായി നിങ്ങൾ പെയ്യിപ്പിക്കുമ്പോ, ഉമ്മയുടെ സ്തനകുംഭത്തിൽ നിന്ന് വലിച്ചു പറിച്ചെടുക്കുന്നത് പോലെ നിങ്ങൾ എടുക്കുമ്പോ അവിടെ സംഭവിക്കുന്നത്, അതിന്റെ പിന്നാലെ ഉണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ വരുന്നത് ക്ലൗഡ് ബ്ലാസ്റ്റിംഗ് ആണ്. മേഘവിസ്ഫോടനം, അതിശക്തമായ പ്രളയം പോലും അതിന്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നത് കാണാം. ഒരു ഭാഗത്ത് ശക്തമായ ചൂട്, കേരളം ഇന്ന് അനുഭവിക്കുന്ന ചൂട്. കേരളം എന്ന് പറയാൻ കാരണം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എത്രമേൽ മനോഹരമായി ജീവിച്ചിരുന്നവരാണ്. ഇങ്ങനെയുള്ള ചൂടും താപവും ഒക്കെ പഴയ കാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല. മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ട് എല്ലാം നശിക്കും. അതുകൊണ്ട് തന്നെ ഖിയാമത്തിനെ നിങ്ങൾ വിളിച്ചു വരുത്തരുതേ എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിൽ ബർരി വൽ ബഹർ എന്നും കൂടെ പറഞ്ഞു. കടലിൽ എന്താ സംഭവിക്കുക? കടലിലും സംഭവിക്കും. ഇവിടെ ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിൽ കടലിൽ സംഭവിക്കുന്നത് ഓഷ്യൻ വാർമിംഗ് ആണ്, സമുദ്രതാപം. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ശക്തമായ ചൂട് കടലിനെ ഇങ്ങനെ തിളപ്പിക്കുകയാണ്. ഓഷ്യൻ വാർമിംഗ് ഉണ്ടാകുമ്പോൾ കടലിലെ ഓക്സിജന്റെ അളവ് കുറയും. കടലിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ മത്സ്യസമ്പത്ത് കുറയും. മത്സ്യമൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ചത്തൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും. മനുഷ്യന്റെ ഭക്ഷ്യലഭ്യത വല്ലാതെ കുറയുമെന്ന് ഈ നൂറ്റാണ്ടിലെ പഠനം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ആന്ത്രോപോജനിക്. മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ് ഇതൊക്കെ നശിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോൾ ഇന്ന് മോഡേൺ സയൻസും നമുക്കത് വിളിച്ചു പറഞ്ഞു തരികയാണ്. ശരിക്കും 1400 കൊല്ലം മുമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സംഗതി പറഞ്ഞു തരുമ്പോ അന്നത്തെ കടലോ അന്നത്തെ കരയോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അന്നങ്ങനെ ഒരു പൊല്യൂഷൻ ഉണ്ടായിരുന്നോ? കടലിൽ ഇത്രമേൽ വലിയ താപം നിറഞ്ഞു നിന്നിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ടും പടച്ചവനത് പറഞ്ഞു തരുമ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ഇതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടലിന്റെ ഏതാണ്ട് 3000 അടിയുടെ ഉള്ളിലേക്ക് വരെ ചൂടെത്തുന്നു എന്നുള്ളതാണ്. ഒരായത്തും കൂടെ എന്റെ കണ്ണിൽപ്പെട്ടു. കടൽ കത്തുന്ന സമയമുണ്ട്, കടൽ കത്തിയെരിയുന്ന സമയമുണ്ട്. കടല് കത്തുവോ? കടല് കത്തുക എന്ന് പറയുമ്പോ കുറച്ചൊക്കെ കാലം മുമ്പ് ചില ആളുകൾ, യുക്തിവാദികളൊക്കെ ഇരുന്ന് ചിരിച്ചിരുന്നു. കടല് കത്തേ, കടലിന്റെ 3000 അടി താഴ്ചയിൽ പോലും
ചൂട് കടന്നെത്തുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഹിമപാളികൾ ഇങ്ങനെ ഉരുകിത്തുടങ്ങുന്ന സമയം, വെള്ളം വല്ലാതെ വർദ്ധിക്കുന്നു, കടൽ കവിഞ്ഞൊഴുകുന്നു, ഒരുപാട് നാടുകൾ ഇന്നില്ലാതായി പോകുന്ന ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്റാർട്ടിക്കയിലൊക്കെ കൃത്യമായി മഞ്ഞുരുക്കം നടക്കുന്ന സമയമാണ്. എന്തോരം മഞ്ഞാണ് ഉരുകിപ്പോകുന്നത്. ഇനി കുറെ നാളുകൾക്കപ്പുറം, ഒരു 100 കൊല്ലത്തിനപ്പുറം കൊച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? ബോംബെയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒരു ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതേ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് ബഅദ ഇസ്ലാഹിഹാ. ഇസ്ലാഹിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഖുർആൻ പരാമർശിക്കുന്ന ഒരർത്ഥം, പച്ചപ്പ് നിറഞ്ഞു നിന്ന ഒരവസ്ഥയിൽ നിന്ന് ഭൂമിയെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, പച്ചപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് ഭൂമിയെ നിങ്ങൾ മാറ്റിക്കളയരുത്. അത് ഏറ്റവും വലിയ കുഴപ്പമാണ്. അങ്ങനെ ചെയ്യുന്നവർ മുനാഫിക്കുകളാണ്. അങ്ങനെ ഭൂമിയിലെ പച്ചപ്പുകളെ അകാരണമായി നശിപ്പിക്കുന്നവരെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് മുഅ്മിനായിട്ടല്ല, മുനാഫിക്കുകളായിട്ടാണ്. എത്രമേൽ ഗൗരവമാണത്. ഇന്ന് എവിടെ പച്ചപ്പുള്ളത് നമ്മുടെ വീട്ടിലുണ്ടോ? ശരിക്കും ഈ കാർബൺ ഡയോക്സൈഡ് ഒക്കെ വലിച്ചെടുക്കുന്ന മരങ്ങളിൽ പെട്ടതാണ് നല്ല വേപ്പ് മരം. ആര്യവേപ്പ് മാത്രമല്ല, നമ്മുടെ അടുക്കള ഭാഗത്ത് കാണുന്ന വേപ്പില, ഈ വേപ്പിലയുടെ ചെടി നന്നായിട്ട് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. മാവ്, എല്ലാ ചെടികളും വിഷവാതകങ്ങൾ വലിച്ചെടുക്കുമെങ്കിലും ഇത്തരം ചില പ്രത്യേക വൃക്ഷങ്ങൾ കൂടുതലായി കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും. മാവ്, പ്ലാവ് എവിടെയുണ്ട്? ഇന്ന് നമ്മളുള്ള സ്ഥലം കുറവാണ് നമുക്കിന്ന്. ഇനി ഉള്ള സ്ഥലമൊക്കെ ഇന്റർലോക്ക് ഇട്ട് വെള്ളം പോലും മണ്ണിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയിൽ നമ്മൾ ആകെ ഭംഗിയാക്കിയിരിക്കണം. നമ്മുടെ വിചാരത്തിൽ ഭംഗി എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്റർലോക്ക് ഇടലാണ്, അവിടെ മണ്ണൽപ്പം പോലും കാണാതിരിക്കലാണ്, വളരെ വിരളാണ്. എന്നാൽ നമ്മുടെ വീട്ടിലെങ്കിലും ശുദ്ധമായി കിട്ടാനായിട്ട് ആര്യവേപ്പ് നടുക, മാവ് നടാം, പ്ലാവ് നടാം. അങ്ങനെ തുടങ്ങി നല്ല കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന മരങ്ങളെ നമുക്ക് ചുറ്റും നട്ടാൽ തന്നെ അള്ളാഹുവിന്റെ ബറക്കത്ത് അവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നല്ലേ. ലാ തുഫ്സിദൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, പച്ചിലകൾ നശിപ്പിക്കരുത്, പച്ചമരങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അത് ജീവന്റെ തുടിപ്പാണെന്ന് ഖുർആൻ. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്താണ് അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളർ. അഖ്ളർ എന്ന് പറഞ്ഞാല് പച്ചമരം അല്ലേ? പച്ച. അതിനെ നമ്മൾ ഒന്നുകൂടെ മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്താൽ ക്ലോറോഫിൽ എന്ന അർത്ഥം കിട്ടും. ക്ലോറോഫിൽ പച്ചമരത്തിൽ നിന്നാണ്. പച്ച എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയിൽ പറയുന്ന പച്ചയല്ല, ശരിക്കും പച്ച നിറത്തിലുള്ള ആ ചെടിയിൽ നിന്നാണ് മനുഷ്യന്, ജന്തുജാലങ്ങൾക്കൊക്കെ ഊർജം ലഭിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, നിങ്ങൾ ഇപ്പോഴും തീ കത്തിക്കുന്നത് അവയിൽ നിന്നാണ്, പച്ചമരത്തിൽ നിന്നാണ് ഇപ്പോഴും നിങ്ങൾ തീ കത്തിക്കുന്നത്. അന്ന് ഖുർആൻ ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ ആ പഴയ കാലഘട്ടത്തിൽ എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും? ഈ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും മണ്ണിലടിഞ്ഞ് ഫോസിലായി മാറി അതിൽ നിന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഇന്ന് കത്തിക്കുന്നത് പച്ചമരത്തിൽ നിന്ന് നിങ്ങൾ തീയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കാലികമായ ഗ്രന്ഥമാണ്, അള്ളാന്റെ കലാമാണ്. ഏതെങ്കിലും ഒരു അർത്ഥം എടുത്തിട്ട് അത് മാത്രമാണ് ഖുർആനിന്റെ അർത്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാന്റെ കലാമാണ്, അത് കാലികമാണ്, അത് കാലികമാണ്. കാലികമായി പരിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നിടച്ചാൽ അല്ലദീ ജഅല ലക്കുമുൽ അർള അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ, പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് കത്തിക്കാൻ കഴിവ് തന്നവൻ അല്ലാഹുവാണ്. ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, നിങ്ങൾ എപ്പോഴും അതിൽ നിന്നാണ് തീയെടുക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ഭൂമിയിൽ നശീകരണം ഉണ്ടാക്കാനല്ല, ആ ഭൂമിയെ ചേർത്ത് പിടിക്കാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കുഴപ്പം ഞാൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന് ഇടയിൽ മതിലുകൾ തീർക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യനിടയിൽ നമ്മൾ ഏറ്റവും മനോഹരമായി കണ്ടിരുന്ന ഒരു ബന്ധമാണ് അധ്യാപക ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അവിടെയും വിള്ളലാണ് അല്ലേ? ഒരു ശിഷ്യനെ, ഒരു വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിക്കുന്ന അധ്യാപകൻ, ജാതീയമായ അധിക്ഷേപം അത്രയും ആളുകൾക്ക് മുമ്പിൽ വെച്ച്, ആ കുട്ടിയുടെ ശരീരത്തിന്റെ കുറവുകളെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നവർ, നിറത്തെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുന്ന അധ്യാപകൻ, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന അധ്യാപകർ. ഇവരെങ്ങനെ അധ്യാപകരാവുക? ഇവരിൽ നിന്ന് എന്ത് ധാർമ്മികതയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാനുള്ളത്? എന്ത് മാതൃകയാണ് ഇവർ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ളത്? ഇതൊക്കെ
ഈ ഫസാദിൽപ്പെട്ടതാണ്. ഇങ്ങനെ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ലോകത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. ഈ ലോകത്ത് നിങ്ങൾക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും അതിന്റെ ബാക്കി പത്രം എന്നോണം അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് ഇതിന്റെ ഒക്കെ കാരണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? തിരിച്ചു നടക്കാന്നുള്ളതാണ്. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒക്കെ ചൂട് വല്ലാതെ കൂടുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. തെറ്റിയതോ ഈ പടച്ചോനെ, കാരണം ഈ ചൂടിനെയും തണുപ്പിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് അല്ലാഹു അല്ലേ. നമ്മൾ നന്നായ പടച്ചോൻ ഇതൊക്കെ റെഡിയാക്കി തരൂലേ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. പടച്ചോനെ നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് പിടിച്ചിരുന്നു എന്നാണ് ഹബീബ് റസൂലുള്ളാഹ് തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അന്ന നബിയ്യം മിനൽ അംബിയാ, അംബിയാക്കളിൽപ്പെട്ട ഒരു പ്രവാചകൻ. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം അത് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാമാണ്. മഴ തേടി മഴയില്ലാത്ത സമയത്ത് മഴ ചോദിക്കാൻ വേണ്ടി ജനങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോവാൻ ദ്വാരക്കാനായിട്ട്. അപ്പോഴേക്ക് ഒരു ചെറിയ ഉറുമ്പ് 2 കാലിൽ നിന്നിട്ട് കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇർജിഉ, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങളൊക്കെ പോയിക്കോളൂ. ആ ചെറിയ ജീവി അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു മഴ തന്നേക്കും, നിങ്ങൾ പോയിക്കോളൂ എന്നാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ജീവിയും ചെറുതല്ല, ഒന്നിനെയും നശിപ്പിക്കാൻ പാടില്ല. ആ കാരണമായിട്ട്, കാരണമില്ലാതെ ഒന്നിനെയും, ഒരു ജീവിയെയും നശിപ്പിക്കാൻ പാടില്ല. ഉറുമ്പിന്റെ ജീവിതം പോലും മനോഹരമായിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരു അധ്യായം തന്നെയില്ലേ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ. കുടുംബജീവിതത്തിന്റെ മനോഹരമായ മാർഗം കാണിച്ചു തരുന്ന ഏറ്റവും സുന്ദരമായ ഉദാഹരണമാണ് ഉറുമ്പ്. അകാരണമായി ഒന്നിനെയും നശിപ്പിക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കണം എന്നാണ്. ഒന്നിനോട് വെറുപ്പ് പാടില്ല കേട്ടോ. അതിപ്പോ നായയാണെങ്കിലും പന്നിയാണെങ്കിലും വെറുക്കാൻ പാടില്ല. പന്നിയോട് നമുക്കൊരു വെറുപ്പുണ്ട്, നായയോട് വെറുപ്പുണ്ട്. നെജിസാണ്, വെറുക്കേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ഹൽക്കുള്ളയാണ്, അള്ളാന്റെ സൃഷ്ടിയാണ്. അള്ളാന്റെ സൃഷ്ടി എന്തിനാ നമ്മൾ വെറുക്കണത്? അള്ളാന്റെ സൃഷ്ടിയെ വെറുത്തരത് അള്ളാനോടുള്ള വെറുപ്പല്ലേ? പാടില്ല. വെറുപ്പും സ്നേഹവും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അള്ളാന്റെ സൃഷ്ടികളെ അകാരണമായിട്ട് വെറുക്കാൻ പാടില്ല. നായയെയും പന്നിയെയും അള്ളാന്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് സ്നേഹിക്കാണ് വേണ്ടത്, ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ നെജസാണ്, അവിടെ തൊടുന്ന വിഷയത്തിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് വേണ്ട. പക്ഷെ അതിനെ വെറുക്കാൻ ഏതും അതാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു ജീവിയെയും വെറുക്കാനല്ല, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാനാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് വഇദാ സമിഅതും ബിദ്ദജ്ജാൽ, ദജ്ജാൽ വരുന്നു എന്ന് കേട്ടു, ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, വേഗം ചെടി നട്ടോളൂ സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരിക്കല് മഹാനായ ഒരു സ്വഹാബി വയസ്സായി, നടുങ്ങനെ കൂനിയിട്ട് നടക്കുന്നേ, കയ്യിലൊരു ചെടി ഇങ്ങനെ നട്ടോണ്ടിരിക്കുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ പ്രായത്തിൽ നിങ്ങളിപ്പോ ഇത് നടണ്ട വല്ല കാര്യമുണ്ടോ? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഒരു മരം നട്ടാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത്. അതിൽ നിന്ന് ഒരു പറവ ഭക്ഷിച്ചാൽ പോലും നിനക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് മഹത്വമുണ്ട്, പ്രതിഫലമുണ്ട്. മാത്രല്ല അത് നീ ഭൂമിക്ക് നൽകുന്ന സ്വതക്കയാണ്. ഭൂമിക്ക് സ്വതക്ക കൊടുക്ക. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആ സ്വതക്ക ആവശ്യമാണ്. അത് ചെടി നടലാണെന്ന് സയ്യിദുനാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളും അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നവരാകണം. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഇത്തിരി ചെടിയൊക്കെ നടുന്നവരാകണം. കഴിയുമെങ്കിൽ കുറച്ച് വെള്ളം ഒരു കോപ്പയിലെടുത്ത് പുറത്തു വെക്കണം. കിളികളും മറ്റു മൃഗങ്ങളൊക്കെ വന്ന് കുടിച്ചോട്ടെ. അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ കാര്യമല്ലേ അത്? അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ പറ്റിയ കാര്യമല്ലേ അത്? വീടിന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ നമ്മുടെ മതിലിന്റെ മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയി വെക്കാം. പ്രാവുകൾ, കാക്കകൾ വന്ന് വെള്ളം കുടിക്കട്ടെ. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ട് വിശാലാകുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അള്ളാഹുവിങ്കിൽ ചെല്ലുമ്പോൾ അള്ളാന്റെ ഇഷ്ടം കിട്ടിയത് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ വെട്ടി നശിപ്പിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രം. അകാരണമായി മരങ്ങൾ വെട്ടിക്കളയാൻ പാടില്ല. അകാരണമായി ഒരു ജീവിയെപ്പോലും വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ പറയുന്ന മതമാണ് അള്ളാഹുവിന്റെ മതം. മാത്രല്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൻ നൂഹിൽ കാണാം, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യണേ, നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ച് തരുമെന്ന് ഖുർആൻ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ, അള്ളാഹിനോട് കരഞ്ഞ് പാപമോചനം തേടുമ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് മഴ തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ,
നിങ്ങൾക്ക് മക്കളെ തരും, നിങ്ങൾക്ക് സമ്പത്ത് തരും, whatever വേണ്ടതൊക്കെ തരും. അള്ളാഹു അരുവി ഒഴുക്കിത്തരും. സൂറത്തുൽ നൂഹിൽ അള്ളാഹു പറയാണ് അരുവികൾ. ഇന്ന് ഭാരതപ്പുഴയുടെ ഒക്കെ അവസ്ഥ എന്താ? വറ്റി വരണ്ടുപോയി നിൽക്കുന്ന ഒരവസ്ഥ. കാണുമ്പോൾ തന്നെ സങ്കടം. നദികളൊക്കെ ഇങ്ങനെ വരണ്ടു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളൂ. നിങ്ങളുടെ കൈകൾ കൊണ്ടാണ് അതൊക്കെ അങ്ങനെ ആയിത്തീരുന്നത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ ഭാരതപ്പുഴ ഒഴുകും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ ഭൂമിയിൽ വെള്ളം വരും. അല്ലാഹു റബ്ബുൽ ആലമീൻ. നമ്മുടെ കൈയാണ് ഇതിനൊക്കെ കാരണമായി തീർന്നത്. കാരണം പഴയ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ കൈകളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖിയാമത്തിന് നിങ്ങൾ വിളിച്ചു വരുത്തണ്ട, വരുമ്പോ വന്നോട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന, സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യപ്പോഴും അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസ, പടച്ചോനെ ഉപകാരപ്രദമായ മഴ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. നിരന്തരം നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകളിലൊക്കെ ഈ ദുആ കടന്നു വരട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും കേട്ടില്ല ഇപ്പം സംഗതി? ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ ഇസ്തിഗ്ഫാർ അന്വർത്ഥമാക്കുക. അതുപോലെ അള്ളാഹിനോട് ധാരാളം ചോദിക്കേണ്ട ദുആ എന്താ? 5 വക്തിലും അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസ, പടച്ചോനെ ഞങ്ങൾക്ക് സുഖപ്രദമായ ഗുണപ്രദമായ മഴ തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ, മഴ തരൂ എന്നുള്ളത് ഖുർആനീകമായ പഠനമാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹ് പറയാണ്, വെറുതെ പറയുന്നതല്ലോ. അപ്പോൾ പിന്നെ നമ്മളതുപോലെ തന്നെ ഈ വേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ നട്ടുവെക്കുക. ഒരു സമാധാനമായ ഒരു ചൂടൊതുങ്ങിക്കിട്ടുന്ന മനോഹരമായ കാലാവസ്ഥ തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ എന്നറിയപ്പെടുന്ന സ്വഹാബിയാരാണ്? ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ. കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പലരും സങ്കടം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണാവാരിധിയായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല പടച്ചോനെ. ഈ ചൂട് കാലാവസ്ഥയിൽ നിന്ന് സമാധാനം തരണേ അല്ലാ. സുഖപ്രദമായ മഴ തരണേ അല്ലാ. ഉപകാരപ്രദമായ മഴ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ, സന്താനങ്ങളെ നേർവഴിയിലാക്കണേ അല്ലാ. ഞങ്ങളെ നല്ലവരാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. തഖ്വയുള്ളവരിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് കടം കൊണ്ട് വലയുന്നവരുണ്ട്. കടക്കണിയിൽ നിന്ന് കാവലേകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. അങ്ങ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്. യാ റബ്ബന, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ആ കൂട്ടത്തിൽ വളരെ സങ്കടത്തോടെ ഓർക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ വെച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. സബാഉൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ കുടുംബക്കാരും അറിയുന്നവരും ഒക്കെയാണ് ആ അധ്യാപികമാർ. പടച്ചവനെ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. കുടുംബാദികൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അവരെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യാ റബ്ബി, അവരുടെ മനസ്സിൽ നീ ക്ഷമ നൽകണേ തമ്പുരാനെ. സ്വർഗീയ അനുഭൂതികൾ നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും നീ കാവൽ നൽകണേ റഹ്മാനെ. ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ, പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് ഖബറിൽ വെളിച്ചം നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം കൊണ്ട് ഹബീബായ തങ്ങളോടൊപ്പം പടച്ചോനെ നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.